ഇനി മന്ത്രിമാരുടെ ലിസ്റ്റ് അടക്കം ഗവർണർക്ക് കൈമാറാൻ വളരെ കുറച്ച് സമയമാണുള്ളത്, അല്ലെങ്കിൽ ആ സമയത്തുള്ളിൽ നൽകുമെന്നുള്ളതാണ് UDF-ന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളിൽ, വോട്ടെണ്ണലിൻ്റെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഫോട്ടോ ഫിനിഷൊക്കെ ഒരുപാട് കണ്ടതാണ്. പക്ഷേ മന്ത്രിസ്ഥാനം നിശ്ചയിക്കുന്നതിൽ ആരൊക്കെ മന്ത്രിമാരാകുമെന്നുള്ള കാര്യത്തിലും ഇപ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ശാലിനി ഉണ്ട് നമുക്കൊപ്പം. മന്ത്രിസഭയിലെ ലീഗ് മന്ത്രിമാരുടെ പട്ടിക കൈമാറിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, V അബ്ദുൽ ഗഫൂർ എന്നിവർ മന്ത്രിമാരാകും. 5 മന്ത്രിമാരുടെ പട്ടിക പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ VD സതീശന് കൈമാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, നിലവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഘട്ടത്തിൽ എന്ത് ചോദിച്ചാലും കൃത്യമായി കിട്ടുന്നത് ലീഗിന് മാത്രമാണ്. അതിൽ KM ഷാജി പോലെയുള്ള ആളുകൾ വരെ കേരളത്തിൻ്റെ മന്ത്രിമാരാകുന്ന സാഹചര്യമാണ്. ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട്, ഇവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വ്യക്തത, വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും? ശാലിനി. അഞ്ച് മന്ത്രിമാരാണ് ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക. അതിൽ തന്നെ കേരളത്തിൽ നേരത്തെ തന്നെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാകുന്നുണ്ട്. ഒപ്പം അടുത്തിടെ വിവാദ നായകനായിട്ടുള്ള KM ഷാജി, മതമാണെല്ലാം, ആ മതത്തിന് വേണ്ടിയാണ് ഇനി UDF അധികാരത്തിൽ വരുന്നത് എന്ന് പറഞ്ഞ KM ഷാജി കേരളത്തിന്റെ മന്ത്രിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം N ഷംസുദ്ദീൻ, PK ബഷീർ, ഒപ്പം V അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ലീഗിന്റെ മന്ത്രി പട്ടികയിലുള്ളത്. ഈ 5 മന്ത്രിമാരുടെ പട്ടിക പാണക്കാട് തങ്ങൾ നേരിട്ട് VD സതീശന് കൈമാറിയിട്ടുണ്ട്. ശാലിനി, ഞാൻ പറയുകയായിരുന്നു, അതായത് എല്ലാം ചോദിക്കുമ്പോഴും അതിൽ ഏതെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കൊന്നും വിധേയരാകാതെ തങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ നടത്തിയെടുക്കാൻ നിലവിൽ UDF-ൽ കഴിയുന്നത് ലീഗിന് മാത്രമാണ്. ഈ ദിവസങ്ങളിലെ മന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട് നമ്മളത് കണ്ടതാണ്. അപ്പോൾ KM ഷാജിയെ പോലെയുള്ള ആളുകളെ വരെ കേരളത്തിൻ്റെ മന്ത്രിമാരാക്കുന്നു. ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഇതിൽ നടന്നിട്ടുള്ള ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്? ശാലിനി. ബന്ധപ്പെട്ട ചർച്ചകളിലായിരുന്നു തുടക്കത്തിൽ ഉയർന്ന ആ ഒരു പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ഗ്രൂപ്പിലെ തർക്കങ്ങൾ അത് അവസാന ഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാരത്തോൺ ചർച്ചകൾ നടന്നു. വിവിധ വകുപ്പുകൾ, വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അതിലൊക്കെ അവസാനം തർക്കങ്ങൾ പരിഹരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഔദ്യോഗികമായി VD സതീശന്റെ കൈകളിലേക്ക്, നിയുക്ത മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ പട്ടിക നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നതിന്റെ അവസാന ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, EV അബ്ദുൽ ഗഫൂർ എന്നിവർ മന്ത്രിമാരായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പട്ടിക ഇപ്പോൾ മന്ത്രിമാരായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പട്ടിക ഇപ്പോൾ VD സതീശന്റെ കൈകളിലേക്ക് നൽകിയിരിക്കുകയാണ്. ഇനി ഈ പട്ടിക അന്തിമമായി പ്രഖ്യാപിക്കും. അതിനുശേഷമായിരിക്കും ഗവർണറുടെ പക്കലേക്ക് ഈ പട്ടിക എത്താൻ പോകുന്നത്. എന്തായാലും മന്ത്രി കസേരയിൽ 5 പേർ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പട്ടിക പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. KM ഷാജി അടക്കമുള്ളവർ തുടക്കത്തിൽ മന്ത്രി കസേരയിലേക്ക് ഉണ്ടാകും, പിന്നീട് അത് ഉണ്ടാകില്ല എന്നുള്ള തർക്കങ്ങൾ നടന്നു. പിന്നീട് ചില കടുംപിടുത്തങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ KM ഷാജി അങ്ങനെ ഒടുവിൽ മന്ത്രി കസേരയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തർക്കങ്ങൾ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഉന്നയിച്ചതും ഒപ്പം തന്നെ മന്ത്രി കസേരകളുടെ എണ്ണം സംബന്ധിച്ച് മുസ്ലിം ലീഗാണ് പിടിവാശി നടത്തിയത്. എന്തായാലും മാരത്തോൺ ചർച്ചകൾ നടന്നു. ഇന്ന് തിരുവനന്തപുരത്ത് പാണക്കാട് ഹാളിലടക്കം വിപുലമായ ചർച്ചകൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ 5 മന്ത്രിമാർ തന്നെ തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യം ഉറച്ചു നിൽക്കുകയും എന്തായാലും ആ ആവശ്യത്തോട് VD സതീശൻ അനുകൂലമായിട്ടുള്ള തീരുമാനം അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ 5 മന്ത്രിമാരുടെ പട്ടിക VD സതീശന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയുമാണ്. പ്രജിത്ത്.